ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഉദയഭാനു പതിവ് പോലെ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നത്. തന്നെ ആരും പിടിക്കാനൊന്നും പോകുന്നില്ല. പോരാത്തനാണെങ്കിലോ തന്റെ മരുമോൻ പറയുകയും ചെയ്തിട്ടുണ്ട്, കടയിൽ പോയി കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ശ്രീകലോട് പറയുകയും ചെയ്തു. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി. ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ക്യാഷ് കൗണ്ടർ ഇരുന്ന് ഒരു കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉദയഭാനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഇങ്ങനെ നോക്കി. ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടമില്ല ഉദയഭാനു ഷോപ്പിലേക്ക് വരുന്നത്. എന്താ വെച്ചാന്ന് ചോദിച്ചു. അല്ല മോളെ, ഞാൻ ഇതിലൂടെ പോയപ്പോൾ വെറുതെ ഇവിടെ വന്നെന്നോളെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീദേവി ആകാശിനെ വിളിച്ചു. ആകാശിന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്തു കൊടുത്തിട്ട്, അത് ഡീലർക്ക് കൊടുക്കാനുള്ള പൈസയായിരുന്നു. അപ്പം ബാലൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന പൈസയാ. അത് കൊടുത്തിട്ട് പറഞ്ഞു, ആകാശ് ഇതൊന്ന് കൊണ്ടേ കൊടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അതിനെന്താ ഏട്ടത്തി, ഞാനിപ്പം തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്തു, അവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കടയിലേക്ക് ആള് വന്നു. കടയിലേക്ക് ആള് വരുന്ന സമയത്ത് ശ്രീദേവി എഴുന്നേറ്റു. അവർക്ക് സാധനം പോയി എടുത്തു കൊടുക്കുകയാണ്. ഈ സമയം രാമേട്ടനും കടയിലുണ്ടായിരുന്നില്ല, ബാലനൊന്നും ഉണ്ടായിരുന്നില്ല. ഉദയഭാനു അങ്ങോട്ടും ഇങ്ങോട്ടും തക്കും പൊക്കും നോക്കി. രക്ഷപ്പെട്ടു, ആരും നോക്കുന്നില്ല. പെട്ടെന്ന് ക്യാഷ് കൗണ്ടർ അടുത്തേക്ക് വന്നിട്ട് അതിനകത്ത് കൈയിട്ട് കുറച്ച് പൈസ എടുത്തു. ഒന്നും അറിയത്തില്ലാത്ത പോലെ മടി വെച്ചു. കുറച്ച് കഴിഞ്ഞ് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, എന്നാ മോളെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നേ? അല്ല വെറുതെ ഇതിലൂടെ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് മോളെ ഒന്ന് കാണണ്ടേ? അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നേ. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആനന്ദിന് എന്ത് തോന്നും? ആനന്ദൻ എന്നെ കാണുന്ന ഇഷ്ടമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉദയഭാനു ഇറങ്ങിപ്പോയി. ശ്രീദേവിക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ ഉദയഭാനുവിന് അറിയില്ലല്ലോ അവിടെ ആനന്ദം കൊണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ ഇതെല്ലാം പതിയുന്നുണ്ടെന്നുള്ള കാര്യം, മോളിലിരുന്നതെല്ലാം ഒരുത്തൻ ഉണ്ടെന്നുള്ള കാര്യം ഉദയഭാനുവിന് അറിയുന്നുണ്ടായിരുന്നില്ല. ഉദയഭാനുവിന്റെ വിചാരം തന്നെ ആരും പിടികൂടില്ല എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് കടയിലേക്ക് വന്നു. ആനന്ദ് വന്നിട്ട് എന്ത് ചെയ്തു, നോക്കി ചുറ്റും പറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഉണ്ട്. ശ്രീദേവിയോട് സംസാരിക്കുന്ന സമയത്ത് ഉദയഭാനുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അച്ഛൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ആനന്ദിന്റെ കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ടായിരിക്കും. രക്ഷപ്പെട്ടു, ഫോണിനകത്ത് നോക്കിയാൽ കാണാനായിട്ട് കഴിയും എന്നൊരു ചിന്തയുണ്ട്. ആനന്ദ് പതുക്കെ അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ചു നേരം ചെന്നിട്ട് ആനന്ദ് പതുക്കെ ഫോൺ ഓണാക്കി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആനന്ദ് ആ കാഴ്ച കാണുന്നേ ഉദയഭാനു അവിടേക്ക് വരുന്നതും പിന്നീട് ആരും ഇല്ലാത്ത സമയത്ത് ക്യാഷ് കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കുന്നതുമായ രംഗങ്ങളൊക്കെ. അപ്പോഴേക്കും ആനന്ദിനൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഉദയഭാനു ആണ് കള്ളൻ, ശ്രീദേവി അല്ല. ശ്രീദേവിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഇതങ്ങനെ അങ്ങ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. കള്ളൻ അയാളാന്നുള്ള സത്യം ആനന്ദ് തിരിച്ചറിയുകയാണ്. ഇനി തെളിവ് സഹിതം അയാളെ കൊണ്ട് കാണിക്കണം. അങ്ങനെ പോയ പണം മുഴുവൻ അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. എന്നിട്ട് വേണം പണി കൊടുക്കാനായിട്ട്. ആ സമയത്ത് കോമതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാലൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇടയ്ക്ക് ബാലന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗോമതി ബാലനോട് കാര്യങ്ങൾ പറഞ്ഞു. ബാലേട്ടാ, എനിക്ക് നല്ല ഭയമുണ്ട്. എന്തിനും? അല്ല നമ്മുടെ മോള് പുറത്തു പോകുന്നൊക്കെ സമയത്തെ ആ അലോക് അവരെന്തിനും മടിക്കാത്തവനാണ്. അപ്പൊ പിന്നെ ചിലപ്പോൾ നമ്മുടെ മോളെ ഉപദ്രവിച്ചാലോ? അങ്ങനെ ചെയ്യുവോ? എനിക്ക് പേടിയുണ്ട്. ഈ പറയുന്ന അലോകിനേക്കാളും മുറ്റ സാധനമാണ് അനു എന്നുള്ള കാര്യം അറിയില്ലല്ലോ. കാരണം അലോകിനെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വിട്ടതാണ് അനു. അതൊന്നും അവർക്കറിയില്ല. പക്ഷെങ്കിൽ ബാലൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാലേട്ട എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ബാലൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ അനുവിനോട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു പരാതി അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അനുവിനോട് പോയി സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനുവിനെ വിളിച്ച് ബാലനും ഗോമതിയും കൂടെ അനുവിനോട് സംസാരിക്കുമ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വന്നു. അവരും പറഞ്ഞു, ഇതൊരു നല്ല കാര്യമായിട്ടാ തോന്നേ. കാരണം സ്വസ്ഥതയോടെ സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കണ്ടേ? അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല അവന് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന്. അവന്റെ സ്വഭാവം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗുണ്ടകളെ വിട്ടൊക്കെ അവന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരുങ്ങിയെന്നിരിക്കും. ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അനു എന്തായാലും പരാതി കൊടുക്കാൻ പോകാൻ സമ്മതിക്കുകയാണ്. ഒടുവിൽ അനു കോമതിയുടെയും ബാലനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് SIയെ കാണുകയാണ്. അപ്പൊ SI ആയിട്ട് പരിചയം ഉണ്ടായിരുന്നു ബാലനെ കണ്ടു കഴിഞ്ഞപ്പോൾ SI എന്താ ബാല എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ബാലൻ പറഞ്ഞു, സാറേ
ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് തരാനുണ്ട്, അത് തരാൻ വേണ്ടി വന്ന. കംപ്ലൈൻറ്റോ? പിന്നീട് ബാലന് കാര്യങ്ങളൊക്കെ പറയണം, ആ കല്യാണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. അതിനുശേഷം അനുശ്രീയാണ് കൃഷ്ണമംഗലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. തന്നെ ചതിച്ചുകൊണ്ട് പോയ കഥകളും കാര്യങ്ങളും എല്ലാം, താൻ ആ വീട്ടിലേക്ക് പോയത് എന്തിനാന്നൊക്കെ. ഗോമതി പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന്. അവൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അവൻ എന്തിനും മുതിരാത്തവനാണ്, ഒന്നിനും പേടിയില്ലാത്തവനാണ്. ചിലപ്പോൾ എൻ്റെ മോളെ ഇല്ലായ്മ ചെയ്യാൻ പോലും അവൻ മടിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോളുടെ ജീവനിൽ ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ഓർത്ത് ബാല നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വെക്കോ, ഒരു കംപ്ലൈൻറ്റ് എഴുതി തന്നേരെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. സാറേ ഒരു കംപ്ലൈൻറ്റും ഒന്നും ആണെന്ന് തോന്നില്ല, അവനെ പിടിച്ചകത്തിട്ട് നാലെണ്ണം കൊടുക്കണം. എന്നാലും അറിയാലോ എൻ്റെ മോൾക്കൊരു ആപത്ത് വരാൻ പാടില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അനുസരി കംപ്ലൈൻറ്റ് എഴുതുവാണ്. ഈ സമയത്ത് എസ് ഐ പറഞ്ഞു, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് നേരത്തെ ഇത് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ മേലായിരുന്നോ? മോളെ നീ കാണിച്ചൊരു കാര്യമുണ്ട്, അത് അപ്പം തന്നെ വന്ന് കംപ്ലൈൻറ്റ് തരണ്ടായിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ നേരത്തെ തന്നെ പൊക്കായിരുന്നല്ലോ, കൈയോടെ അവനെ പിടികൂടായിരുന്നല്ലോ, ഇത്രയും ദിവസം അവന് റെസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അനുസരി പറഞ്ഞു, എൻ്റെ മനസ്സിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല സാറേ, എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അച്ഛനും അമ്മയും നാണം കെടുത്തിയവനോട് പകരം വീട്ടണമെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയെന്നൊക്കെ പറഞ്ഞു. എസ് ഐക്ക് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെയുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ആ വീട്ടിൽ കയറിയിട്ട് ശ്രീദേവിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഐക്ക് നല്ല ദേഷ്യമായി. അവൻ അത്ര ക്രൂരനാണ്, എന്നിട്ടാണ് അവൻ ഇങ്ങനെ നടന്നത്. അത് അന്നേ പരാതി കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇവൻ ഇത്രയ്ക്കൊന്നും കിടന്ന് കളിക്കില്ലായിരുന്നു. അങ്ങനെ പരാതിയൊക്കെ കൊടുത്തിട്ട് അവർ വീട്ടിലേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐയും കുറച്ച് പോലീസുകാരും കൂടിയിട്ട് ആ ലോകിനെ അന്വേഷിച്ച് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. ഈ സമയത്ത് ആ ലോഗ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മുറിയിൽ, ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസ് അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും ചോദിച്ചു, എന്താ സാറേ, സാറിൻ്റെ എവിടെയെന്ന് ചോദിച്ചു. നിങ്ങളുടെ മകനില്ല ലോക് എന്ന് ചോദിച്ചു. അതെ, അവൻ എവിടെയുണ്ട്? അവനിവിടെയുണ്ട്, അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്താ സാറേ കാര്യം? എന്താന്ന് വെച്ചാൽ കാര്യമൊക്കെ ഉണ്ട്, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പേടിയോട് കൂടിയിട്ട് രാശ്രീ പോയിട്ട് അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസോ? എന്നെ അന്വേഷിച്ചോ? അതേന്ന് പറഞ്ഞു. അലോ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു, നിന്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എടാ തെറ്റ് ചെയ്തിട്ടില്ല, നീ അപ്പുറത്തെ അനുശ്രീ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോയി, ഒരു രാത്രി അവളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി എന്നൊക്കെ പറഞ്ഞ് ആ കംപ്ലൈൻറ്റിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അച്യുതൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ അവർ കള്ളപ്പരാതി തന്നിരിക്കുന്ന, അതൊന്നും സത്യമല്ല. എൻ്റെ കുടുംബത്തോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് ആ ബാലനും ഗോമതി എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന, അല്ലാതെ അത് സത്യമായിട്ടുള്ളൊന്നും അല്ലെന്ന് പറഞ്ഞു. സത്യമാണോ അല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. അലോകിന് കാര്യം മനസ്സിലായി, തന്നെ പിടികൂടി കൊണ്ടുപോകുന്നുള്ള കാര്യം അറിയാം. അലോക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുവേണം. ആ സമയത്ത് പോലീസുകാർ പിന്നാലെ. അലോകിന് മുറ്റത്തേക്ക് ചാടി ഇറങ്ങിയെങ്കിലും മുറ്റത്തിട്ട് പോലീസുകാരെല്ലാം കൂടെ അവനെ വളഞ്ഞു കൂടി പിടിച്ച് നല്ല ചതയതയ്ക്ക് വേണം. അപ്പോഴേക്കും രാജശ്രീക്ക് അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യില്ലേന്ന് പറഞ്ഞ് ഓടി വന്നു. അങ്ങ് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് രാജശ്രീയൊക്കെ അങ്ങ് തള്ളി മാറ്റുവാണ്. പിന്നീട് അലോകനം പിടിച്ച് ജീപ്പേ കയറ്റിക്കൊണ്ട് അവരും കൂടെ പോവാണ്. കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുക. അച്യുതനൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പല നാൾക്കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അലോക് ചെയ്ത പ്രവർത്തിക്കെല്ലാം ഉള്ള ശിക്ഷ അലോകിന് കിട്ടുന്നുണ്ട്. അപ്പം ദേവമംഗലത്തുള്ളവർക്കിട്ട് പണി കൊടുക്കാമെന്നും പറഞ്ഞ് ഇരുന്നതാണ് അച്യുതന്. പക്ഷെ തിരിച്ച് അച്യുതനൊക്കെയാണ് പണി കിട്ടുന്നത്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.